കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം, ഉപദേവ പ്രതിഷ്ഠ, പരിവാര പ്രതിഷ്ഠ ചടങ്ങുകൾ തുടങ്ങി. തന്ത്രി മണിയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കോഴിപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നപ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് ശേഷം ദോഷങ്ങൾ കൊണ്ട് ദേവചൈതന്യത്തിനുണ്ടായ കുറവുകളെ പരിഹരിക്കുവാനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് സാന്നിധ്യത്തിന് ദോഷകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും ശാന്തി ക്രിയകൾ ചെയ്ത് അതിന് ശമനം വരുത്തി അത് പുഷ്ടിക്രിയകളായ കലശാഭിഷേകത്തോടു കൂടി ആ ചൈതന്യത്തെ പൂർണ്ണമാക്കുക എന്നുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കണ്ട ഒരു കാര്യമാണ് മഹാദേവനെ പ്രധാന ഒരു സ്വതന്ത്ര ദേവനായിട്ട് മതിൽക്ക് പുറത്തായിട്ട് പ്രതിഷ്ഠിച്ച് ആദരിക്കണം. അതുപോലെ ഭുവനേശ്വരി ദേവിയുടെ ശ്രീകോവിലിൻ്റെ കണക്കുകൾ പ്രധാന ശ്രീകോവിലുമായിട്ട് ഭേദം വന്നുകൊണ്ട് അതിനെയും മാറ്റി പ്രതിഷ്ഠിക്കണം എന്ന് പ്രശ്നവശാൽ കണ്ടു. അപ്പോൾ ആ രണ്ട് പ്രതിഷ്ഠകളും ഇന്ന് നാളെ രാവിലെ 7:30-നും 9:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. അതുപോലെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മകലശാഭിഷേകവും ഈ സമയത്ത് നടക്കും. ഒരു നാടിൻ്റെ മുഴുവൻ രക്ഷകയായിട്ട് നിൽക്കുന്ന അമ്മയുടെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ്. എല്ലാ ഭക്തരും ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ദേവീനാമത്തിൽ അറിയിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവന്റെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ശ്രീകോവിലുകൾ മാറ്റിസ്ഥാപിക്കുകയാണ്. ശ്രീ മഹാദേവന്റെ ശ്രീകോവിൽ പ്രധാന ശ്രീകോവിലിന്റെ പ്രാധാന്യത്തോടെ മതിൽക്കെട്ടിന് വെളിയിൽ തെക്കുഭാഗത്തും, ശ്രീ ഭുവനേശ്വരി ദേവിയുടെ ശ്രീകോവിൽ മതിൽക്കെട്ടിനുള്ളിൽ വടക്കു പടിഞ്ഞാറേ ഭാഗത്തുമാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള സർപ്പക്ഷേത്രം മതിൽക്കെട്ടിന് വെളിയിൽ മാറ്റി സ്ഥാപിക്കും. വസൂരിമാല, യക്ഷി എന്നീ ദേവതമാരെ കുടിയിരുത്തുകയും ചെയ്യും. ബുധനാഴ്ച രാവിലെ 7:15-നും 8:40-നും ഇടയിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കും. ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശവും പരിവാര പ്രതിഷ്ഠയും നടക്കും. വ്യാഴാഴ്ച രാവിലെ 7:15-ന് ദിക്പാലക പ്രതിഷ്ഠകൾ, മാതൃകല്ല് പ്രതിഷ്ഠ, വലിയ ബലിക്കൽ പ്രതിഷ്ഠ എന്നിവ നടക്കും. സർപ്പപ്രതിഷ്ഠ, സർപ്പബലി എന്നിവ ജൂലൈ 3-ന് നടക്കും. ആമേട മംഗലത്തുമന ശ്രീധരൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. സ്ഥപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും ശില്പിയായവന വിജുപത്മനാഭൻ ആചാര്യയുടെയും നിർദ്ദേശത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് ദേവസ്വം മാനേജർ ഇടമനയില്ലത്ത് സുനിൽകുമാർ, പ്രസിഡന്റ് TN സുനിൽ എന്നിവർ പറഞ്ഞു. കോഴിപ്പള്ളിക്കാവിലെ ദേവപ്രശ്ന വിധിപ്രകാരം ഉപദേവന്മാരുടെ മന്ദിരങ്ങൾ അല്പം മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. അതും പ്രകാരമുള്ള ഉപദേവ പ്രതിഷ്ഠകൾ മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. 7 ദിവസത്തെ പൂജകളും 24-ാം തീയതി പുനഃപ്രതിഷ്ഠയാണ് നടക്കുന്നത്. അതിന് എല്ലാ ഭക്തരുടെയും കഴിഞ്ഞ സഹായ സഹകരണങ്ങളുണ്ട്. നാളിതുവരെയുള്ള സഹകരണങ്ങൾ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ 3-ാം തീയതി സർപ്പപ്രതിഷ്ഠയും ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. അടുത്ത മാസം 3-ാം തീയതി എല്ലാവരെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളും.